നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 331 331. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാസമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 2 17 ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. മൈത്രേയ വാച. ശ്ലോകം 17. വിനിന്ദ്യൈവ്യം സഗിരിശം അപ്രദീപം അവസ്ഥിതം ദക്ഷോ അധാപ ഉപസ്പൃശ്യ ക്രുദ്ധ ശബ്ദം പ്രചക്രമേ. പ്രതികൂലം ആചരിക്കാതെ ഇരിക്കുന്ന ശിവനെ ഇപ്രകാരം നിന്ദിച്ചിട്ട് ക്രോധിച്ചിരിക്കുന്ന ദക്ഷൻ അനന്തരം ജലത്തെ ഉപസ്പർശിച്ചിട്ട് ശപിക്കുവാനായി കൊണ്ട് ആരംഭിച്ചു. ഈ ശപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അന്തല്ലായ്മ, അജ്ഞാനദീപനം ബാധിച്ചവരെ ശപിക്കും. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നിൽ വേറൊരു പോയിൻ്റ് ഉണ്ടാവും. ഈ വ്യക്തിയെ അനുഗ്രഹിക്കാൻ വേണ്ടി ശപിക്കും. അങ്ങനെ 2 തരത്തിലാണ്. അപ്പോൾ മുക്ക രീതിയിലും ശപിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാതെ കണ്ട് അജ്ഞാനതിമിരം ബാധിച്ചിട്ടുള്ളതാണ്. ഇവിടെ അജ്ഞാനം തിമിരം ബാധിച്ചിട്ടാണ് ദക്ഷൻ ശ്രമിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയുന്നു. മൈത്രേയൻ വിതുരരോട് പറയുന്നു, ഇത്രത്തോളം നിന്ദിക്കുന്നതിനെ കേട്ടിട്ടും പ്രതികൂലമായൊന്നും പ്രവർത്തിക്കാതെ, അതാണ് ശിവൻ്റെ പെരുമ, ശ്രേയസ്. ഇങ്ങോട്ട് നിന്ദിച്ചാലും അങ്ങോട്ടൊരക്ഷരം ഉരിയാടരുത്. അത് ഗാന്ധിസല്ല, അത് ആധ്യാത്മികമായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് കാണിക്കുന്നത്. കാരണം ഏതൊരാൾക്ക് എതിരായിട്ട് വാളെടുത്തുവോ വാളെടുത്തവൻ വാളാൽ നശിക്കുന്ന, അയാളെ എതിർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രതികൂലമായൊന്നും പ്രവർത്തിക്കാതെ സ്വാത്മാരാമനായി തന്നെ ഇരിക്കുന്ന, ആത്മാരാമൻ, സ്വന്തം ഹൃദയപത്മത്തിൽ വസിക്കുന്ന ചൈതന്യത്തിൽ രമിച്ചുകൊണ്ട്. ഇതറിയാതെ കണ്ടാണ്. വളരെ വിഷമമുള്ള കാര്യമാണ്. കാരണം മനസ്സിലാക്കിയവർക്ക് മനസ്സിലാക്കാത്തവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. മനസ്സിലാക്കിയവർക്ക് മനസ്സിലാക്കാത്തവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ്. അപ്പോൾ ശിവനെ മേൽപ്പറഞ്ഞ വിധം അധിക്ഷേപിച്ചിട്ടും ക്രോധം ശമിക്കാതിരുന്ന ദക്ഷൻ ഉടനെ ജലമെടുത്ത് പാദക്ഷാളനാദികൾ ചെയ്ത ശേഷം ശപിക്കുവാൻ ആരംഭിച്ചു. വൈരത്തിന് സ്ഥൈര്യം വന്നാൽ മാത്രമേ ദക്ഷനെ പോലുള്ള അഭിമാനം തീരെ നശിച്ച് പരിശുദ്ധനാവാൻ സംഗതി വരികയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ദക്ഷനെ കൊണ്ട് ശപിപ്പിക്കാൻ കാലചക്രം തിരിക്കുന്ന ജഗദീശ്വരന് തോന്നിയത് ദക്ഷൻ്റെ വൈകല്യങ്ങളെ തിരുത്താനുള്ളൊരു സന്ദർഭം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പറഞ്ഞു, അതിനാൽ അന്തര്യാമിയായ ഭഗവാൻ വീണ്ടും, ഭഗവാൻ അന്തര്യാമിയാണ്, ക്ഷേത്രത്തിലല്ല. ക്ഷേത്രത്തിലുള്ളത് അന്തര്യാമിയുടെ പ്രതീകമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ തകർച്ച ആർക്കാ? മനസ്സിലാക്കാത്തവർക്ക്. അതുകൊണ്ട് അതിനാൽ അന്തര്യാമിയായ ഭഗവാൻ വീണ്ടും ദക്ഷനെ പ്രേരിപ്പിച്ചതിനാൽ സർവേശ്വരനായ ഭഗവാനെ ശപിക്കുവാൻ ഒരുങ്ങി. ക്രോധിച്ചവൻ എന്തു തന്നെ ചെയ്യുകയില്ല എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. 18 ശ്ലോകം ശ്രദ്ധിക്കുക. അയം ത്വദേവയജന ഇന്ദ്രോവേന്ദ്രാദിഭിർഭവാ സഹഭാഗം നലഭതാം ദേവേ ദേവഗണാധമാം. അതിൻ്റെ വാക്കാർത്ഥം പറയണു. ഈ ശിവനാകട്ടെ ദേവസമൂഹത്തിൽ നികൃഷ്ടനാകുന്നു. യാഗത്തിൽ ഇന്ദ്രൻ ഉപേന്ദ്രൻ ദേവന്മാരോടുകൂടെ ഭാഗം പ്രാപിക്കരുത്. അതായത് ശിവന് ഇന്ദ്രൻ്റെ കൂടെ കൊടുക്കരുത്, ഭാഗം കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. ഇന്ദ്രനേക്കാൾ ഉയർന്ന ഭാഗമാണ് ശിവൻ്റെ. അത് പാവത്തിന് മനസ്സിലാവണില്ല.
അപ്പോൾ 2 സെക്ഷനായിട്ട് അതിൻ്റെ ഭാവാർത്ഥം പറയുന്നത്. ഒന്ന് അതിൻ്റെ പ്രിയാമ്പിള്, പിന്നെ അതിൻ്റെ കൺക്ലൂഡിങ് പാർട്ട്. സദാചാരഭ്രഷ്ടനായതിനാൽ ദേവസമൂഹത്തിൽ വെച്ച് നികൃഷ്ടനായ ഈ ശിവനാകട്ടെ യാഗത്തിൽ ഇന്ദ്രാദി ദേവന്മാരോടുകൂടെ ഭാഗം പ്രാപിക്കാതിരിക്കട്ടെ എന്നാണ് ആദ്യത്തെ ശാപം. ശിവൻ ദേവസമൂഹത്തിൽ ഉത്തമനായതുകൊണ്ട് സർവസാധാരണ ദേവസമൂഹങ്ങളോട് ഒരുമിച്ച് യാഗഭാഗം സ്വീകരിക്കുകയല്ല വേണ്ടത്, ഉയർന്നിട്ടാണ് വേണ്ടത്. സാമാന്യ ദേവന്മാരെല്ലാം അനുഭവിച്ചതിന് ശേഷം പ്രത്യേകമായ പൂജാസ്ഥാനത്തിൽ യാഗഭാഗം സ്വീകരിക്കുമാറാകട്ടെ. ഭൃത്യന്മാരെയെല്ലാം തൃപ്തിപ്പെടുത്തിയ ശേഷമേ സ്വാമി അനുഭവിച്ചുകൂടൂ എന്നുള്ള വിധിയെ അനുസരിച്ച് സർവസ്വാമിയായ ശ്രീ ശിവന് ഒടുവിൽ യാഗഭാഗം സമർപ്പിക്കണമെന്ന് സ്തുതിപക്ഷാർത്ഥം. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഒരു വീട്ടിലെ ഹോസ്റ്റ് ആഹാരം കഴിക്കുന്നതിൻ്റെ മുമ്പേ ഗസ്റ്റുകളെ ഊട്ടിയിട്ട് വേണം കഴിക്കാൻ, അല്ലെങ്കിൽ ഭൃത്യന്മാർക്ക് കൊടുത്തിട്ട് വേണം യജമാനൻ കഴിക്കാൻ. ഇതാണ് അതിൻ്റെ വാസ്തവികത. അതാണ് സ്തുതിപക്ഷാർത്ഥം എന്ന് പറയുന്നത്. ഇനി 19ാമത്തെ ശ്ലോകം, എനിക്ക് തോന്നുന്നത് 19, അതെ 19ഉം 20ഉം 4 വരി ശ്ലോകങ്ങളാണ്. ശ്രദ്ധിക്കുക. നിഷിദ്യമാന സസദസ്യ മുഖ്യേ ദക്ഷോ ഗിരിത്രായ വിസൃജ്യ ശാപം തസ്മാത് വിനിഷ്ക്രമ്യ വിവൃദ്ധമന്യുർ ജഗാമ കൗരവ്യ നിജം നികേതനം. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയണത്, സദസ്സിലുള്ള മുഖ്യന്മാരാൽ നിഷേധിക്കപ്പെട്ട ആ ദക്ഷൻ, അതായത് സദസ്സിലുള്ളവരൊക്കെ നിഷേധിച്ചു, ദക്ഷ അങ്ങ് ചെയ്യുന്നത്, ദക്ഷ പ്രജാപതി അങ്ങ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ഏറ്റവും അധികരിച്ച ക്രോധത്തോടു കൂടിയവനായിട്ട് ശിവനായി കൊണ്ട് ശാപത്തെ വിസർജിച്ചിട്ട് ഹേ വിതുര ആ സ്ഥാനത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് സ്വന്തം ഭവനത്തെ പ്രാപിച്ചു എന്ന് പറയണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഹേ വിതുര, പൂജ്യനായ ശിവനെ നിന്ദിക്കുന്നതും ശപിക്കുന്നതും സജ്ജനസമ്മതം അല്ലാത്തതിനാൽ ദുഷ്ടജനങ്ങൾക്കത് തൃപ്തിയാവും, പക്ഷെ സജ്ജനങ്ങൾക്ക് ഇഷ്ടമില്ല. സദസ്സിലുള്ള മഹാന്മാരെല്ലാ പേരും ദക്ഷനെ വിരോധിച്ചു. എങ്കിലും ക്രോധത്താൽ വിചാരശക്തി നശിച്ചിരിക്കുന്ന ആ ദക്ഷൻ ശിവനെ നിന്ദിക്കുകയും ശപിക്കുകയും ചെയ്ത ശേഷം മഹാസദസ്സിൻ്റെ അനിഷ്ടത്തെ ശങ്കിച്ചിട്ട് പിന്നെ അവിടെ ഇരുന്നില്ല. അതായത് ഒരു പ്രിമോണിഷൻ ഉണ്ടായി, ഈ സ്ഥലം ശിക്ഷിക്കപ്പെടുമോ, അതുകൊണ്ട് ആണ് ഇല്ലേ. ഇപ്പോൾ പാകിസ്ഥാൻ കഴിഞ്ഞ ഒരു 10-20 ദിവസം മുമ്പത്തെ യുദ്ധത്തിൽ പാകിസ്ഥാനിലെ പ്രധാനികളൊക്കെ രാജ്യം വിട്ടൂല്ല. കാരണം എന്താ, അവർ മണത്തു എന്താ, ഇന്ത്യ ശരിക്കും ശകാരിക്കും, ശിക്ഷിക്കുന്നുള്ളത്. അതിൽ മുറിവേൽക്കാതെ കണ്ടിരിക്കാൻ അവർ രക്ഷപ്പെട്ടു. അതന്നെ ഇവിടുത്തെ സ്ഥിതി ഉണ്ടായത്. അപ്പോൾ പിന്നെ ആ സ്ഥാനത്തെ ഉപേക്ഷിച്ച് പുറപ്പെട്ടു പോയി നിജ ഭവനത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞു. ഇനി 20ാമത്തെ ശ്ലോകം. വിജ്ഞായ ശാപം ഗിരിശാനുഗാഗ്രണീർ നന്ദീശ്വരോ രോഷകഷായ ദൂഷിതാം ദക്ഷായ ശാപം വിസസർജദാരുണം യേ ച അന്യമോദം സ്തതവാച്യതാം ദ്വിജാം. അതിൻ്റെ വാക്കാർത്ഥം എന്താ പറഞ്ഞത്? ശാപം അറിഞ്ഞിട്ട് ശിവപാർഷദ മുഖ്യനായ നന്ദീശ്വരൻ ദ്വേഷാധിക്യത്താൽ വികാരത്തെ പ്രാപിച്ചവനായിട്ട്, വിചാരം നഷ്ടപ്പെട്ടാൽ വികാരമായി, വികാരം നഷ്ടപ്പെട്ടാൽ വിചാരമാവില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ വികാരത്തെ പ്രാപിച്ചവനായിട്ട് ദക്ഷനും ശിവനിന്ദയെ ഏതൊരു ബ്രാഹ്മണൻ അനുമോദിച്ചിരുന്നുവോ അവർക്കും ഭയങ്കരമായ ശാപത്തെ കൊടുത്തു. അതിൻ്റെ ഭാവാർത്ഥം, ഇപ്പോഴും ശിവനൊന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ശിവസേന സേവകന്മാരിൽ മുഖ്യനായ നന്ദീശ്വരന് സഹിക്കവയ്യാത്ത വിധം ക്രോധം ഉജ്ജ്വലിച്ചു. പുരികങ്ങളുടെ ഇളക്കം, ഓഷ്ടങ്ങളുടെ സ്ഫുരണം മുതലായ വികാരങ്ങൾ മുഖത്ത് സ്ഫുരിച്ചു. ദക്ഷനെയും ദക്ഷൻ നിന്ദിച്ചതും ശപിച്ചതും അനുമോദിച്ചിരുന്ന ദ്വിജന്മാരെയും ഘോരമായി ശപിച്ചു. ഒരു ആക്ഷൻ്റെ റിയാക്ഷനാണത്. 21.
യേതന്മർത്യം ഉദ്ദിശ്യ ഭഗവത്യ പ്രതിദ്രുഹി ദൃഹ്യത്യജ്ഞാ പൃഥക് ദൃഷ്ടിസ്തത്വതോ വിമുഖോ ഭവേത്. പകരം ദ്രോഹിക്കാതിരുന്ന ഭഗവാനിൽ യാതൊരുവൻ ഈ നശ്വരത്തെ ഉദ്ദേശിച്ചിട്ട് ദ്രോഹിക്കുന്നുവോ, നശ്വരത്തെ നശിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഉദ്ദേശിച്ചിട്ട് ദ്രോഹിക്കുന്നുവോ, അജ്ഞ അറിവില്ലാത്ത അവൻ പരമാർത്ഥത്തിൽ നിന്ന് വിമുഖനായിട്ട് ഭവിക്കട്ടെ. പരമാർത്ഥത്തിൽ നിന്ന് വിമുഖനായിട്ട് തെറ്റിദ്ധാരണാ ജഡിലനായിട്ട് പോട്ടെ നശിച്ചത്. ഇത് മുതൽ 3.5 ശ്ലോകത്താൽ നന്ദീശ്വരൻ ദക്ഷനെ ശപിക്കുകയാണ്. സർവത്ര സമസ്വഭാവനും ജ്ഞാനസ്വരൂപനുമാകയാൽ യാതൊരു ഭഗവാൻ തന്നെ നിന്ദിക്കുകയും ശപിക്കുകയും ചെയ്തവനിൽ കൂടെ ദ്രോഹം ഏൽപ്പിക്കാതിരിക്കുന്നുവോ, ആ ദേവനെ ദ്രോഹിച്ച് ഭേദബുദ്ധിയോടുകൂടിയ ആ അജ്ഞന് പരമാർത്ഥ ജ്ഞാനം സംഭവിക്കാതിരിക്കട്ടെ എന്ന് ശപിച്ചു. 22. ഗൃഹേഷു കൂടധർമ്മേഷു സക്തോ ഗ്രാമ്യസുഗേശ്ചയാ കർമ്മതന്ത്രം വിതനുതാം വേദവേദാ വിപന്നധീ. കാപ്പട്യധർമ്മത്തോടു കൂടിയ, ഈ കൂടധർമ്മേഷു എന്ന് പറഞ്ഞാൽ കാപ്പട്യധർമ്മത്തോടുകൂടിയ ഗൃഹങ്ങളിൽ തൽപരനും വിഷയസുഖതാൽപര്യത്താൽ വേദവാദത്താൽ വിശേഷേണ നശിച്ച ബുദ്ധിയോടുകൂടിയവനുമായിട്ട് കർമ്മതന്ത്രമല്ല വേണ്ടതേ, വിസ്മരിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, അതായത് കർമ്മതന്ത്രത്തെ വിസ്മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നല്ല കർമ്മം ചെയ്യാനുള്ള താല്പര്യത്തെ വിസ്മരിക്കട്ടെ, മറക്കട്ടെ എന്നാണ് പറഞ്ഞത്. അറിവില്ലായ്മയ്ക്ക് നാശം വരാതിരിക്കാനുള്ള ഉപായത്തെയും ശാപത്താൽ ഉറപ്പിക്കുന്നു. ആ വാചകത്തിൻ്റെ ഘടന ശ്രദ്ധിക്കണം. അറിവില്ലായ്മയ്ക്ക് നാശം വരാതിരിക്കണം, എന്നാലാണ് അയാളെ തിരുത്താൻ പറ്റുള്ളൂ. ഒരു തെറ്റ് ചെയ്തു തിരുത്തിയാൽ ബുദ്ധിമുട്ടായി. അപ്പോൾ കാപ്പട്യപ്രധാനങ്ങളായ ഈ ഗൃഹധർമ്മങ്ങൾ എന്താ? കാപ്പട്യപ്രധാനങ്ങളാണ്. നേരെ മറിച്ച് ആധ്യാത്മികതയിൽ കാപ്പട്യപ്രധാനങ്ങൾ വന്നാൽ എന്താ ഉണ്ടാവുക? നശിക്കും. ആസക്തി ബലമായി ഉറയ്ക്കട്ടെ. വിഷയസുഖങ്ങളിൽ ആഗ്രഹത്തോടുകൂടെ ഫലാഭിസന്ധിപൂർവം കർമ്മങ്ങൾ ചെയ്യട്ടെ. ഫലാഭിസന്ധി, ഫലങ്ങളെ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിഷ്കാമകർമ്മം ചെയ്യാതിരിക്കട്ടെ എന്നർത്ഥം. വേദവാക്യങ്ങളുടെ ശരിയായ അർത്ഥം ബുദ്ധിയിൽ പ്രകാശിക്കാതിരിക്കട്ടെ. 23. ബുദ്ധ്യാപരാഭിധ്യായിന്യാ വിസ്മൃതാത്മഗതി പശു സ്ത്രീകാമസോ അസ്ത്വതിതരാം ദക്ഷോ ബസ്തമുഖോ അജിരാത്. ദക്ഷൻ പരത്തെ, അതായത് ദേഹത്തെ അഭിധ്യാനം ചെയ്യുന്ന, ശ്രേഷ്ഠമെന്ന് വിചാരിക്കുന്ന സ്വഭാവത്തോടുകൂടിയ ബുദ്ധി നിമിത്തം വിസ്മരിച്ചിരിക്കുന്ന ആത്മതത്വത്തോടുകൂടിയവനും. ആത്മതത്വം വിസ്മരിച്ചാൽ എന്തായി? പണിഷ്മെൻ്റ് ഉറച്ചു. തല പോയിട്ട് ആടിൻ്റെ തലയാവാനുള്ള യോഗമുണ്ട് ഇയാൾക്ക്. അപ്പോൾ സ്ത്രീകാമ, ഏറ്റവും സ്ത്രീയിൽ ആഗ്രഹമുള്ളവനും പശുപ്രായനും. പശുപ്രായൻ എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ബുദ്ധി, പുല്ല് കണ്ട അല്ലേ ആഹരിക്കുക, അത്ര തന്നെ. ബസ്തത്തിൻ്റെ മുഖം പോലെയുള്ള മുഖത്തോടു കൂടിയവനായിട്ട്, ബസ്തം എന്ന് പറഞ്ഞ ആട്. അജിരാത്, അധികകാലം കഴിയുന്നതിന് മുമ്പ് ഭവിക്കട്ടെ. ഇമ്മീഡിയറ്റ്ലി എന്നർത്ഥം. അതിൻ്റെ ഭാവാർത്ഥം, ദക്ഷൻ ആത്മാവല്ലാതെ അന്യമായിരിക്കുന്ന ശരീരത്തിൽ ആത്മാവെന്നുള്ള ഭാവം നിരന്തരമുള്ളവനായിട്ട് ആത്മസ്വരൂപത്തെ അറിയാത്തവനും പശുപ്രായനുമായി ഭവിക്കട്ടെ. സ്ത്രീ സുഖത്തിൽ അത്യാഗ്രഹമുള്ളവനും ആട്ടിൻ്റെ മുഖത്തിന് തുല്യമായ മുഖത്തോടു കൂടിയവനുമായി ഭവിക്കട്ടെ. തത്വജ്ഞാനവും അതിനുപകരിക്കുന്ന വിഷയവൈരാഗ്യം, സാധുസംഗം മുതലായവയും ഉണ്ടാകാതിരിക്കട്ടെ. ദേഹാഭിമാനവും തന്നിമിത്തം ആത്മവിസ്മൃതിയും അത്യന്തം സ്ത്രീ വിഷയാസക്തിയും തന്നിമിത്തം പശുസമാനതയും ഭവിക്കട്ടെ. ഇങ്ങനെ ദക്ഷന് 3 ശാപം നന്ദീശ്വരൻ കൊടുത്തു. 24.
ബസ്തമുഖനാകട്ടെ എന്ന് പറഞ്ഞു. വിദ്യാബുദ്ധിരവിദ്യായാം കർമ്മമയ്യാമസോ ജഡ സംസരന്തിഹയേ ച അമുമനു സർവാവമാനിനം. കർമ്മപ്രചുരയായിരിക്കുന്ന അവിദ്യയാൽ വിദ്യ എന്ന വിചാരത്തോടു കൂടിയ ഇവൻ അജ്ഞനാകുന്നു. ശിവനെ അവമാനിച്ചിരിക്കുന്ന ഇവനെ അനുസരിച്ചവർ യാതൊരുത്തരോ അവർ ഈ ലോകത്തിൽ സംസാരത്തെ പ്രാപിക്കട്ടെ. ഭാവാർത്ഥം: ബസ്തമുഖനാവാനുള്ള കാരണത്തെ കാണിക്കണം. ധനധാന്യാദികളായ വിഷയഭോഗങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താൻ ഉപകരിക്കുന്ന കർമ്മങ്ങളെ പ്രമാണത്വേന നിശ്ചയിച്ചിരിക്കുന്ന അവിദ്യയിൽ തന്നെ വിദ്യാബുദ്ധിയോടുകൂടിയ ഈ ദക്ഷൻ കേവലം ജഡനാകുന്നു, ആത്മവിസ്തൃതി പൂണ്ടു എന്നർത്ഥം. അതിനാൽ ഇവൻ ബസ്തമുഖനായി ഭവിക്കട്ടെ. ഇനി ദക്ഷപക്ഷത്തെ അവലംബിച്ച ദ്വിജന്മാരെ ശപിക്കുന്നു. സർവസുഖത്തെയും ഭക്തന്മാർക്കായി നൽകുന്ന ശ്രീ ശിവനെ അവമാനിച്ച ദക്ഷനെ യാതൊരു ദ്വിജന്മാരനുമോദിച്ചുവോ അവരും തത്വമറിയാത്തവരായിട്ട് ഈ ലോകത്തിൽ ജനനമരണക്ലേശങ്ങളെ തുടർച്ചയായി അനുഭവിക്കട്ടെ. ഒരു ജന്മോ രണ്ട് ജന്മോ അല്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് ബ്രാഹ്മണത്വം ഉണ്ടായാൽ പോരാ. ബ്രാഹ്മണത്വം ആത്മദർശനത്തിനായിരിക്കണം, ആത്മാരാമത്വത്തിനായിരിക്കണം. ദക്ഷനെ പോലുള്ളവരുടെ പിന്നാലെ പോകരുത്. അതിപ്പോൾ ഏതുപോലെയെന്ന് വിചാരിച്ചാൽ, വെറും ലൗകിക ചിന്തയിലുള്ള ഇൻഡസ്ട്രിയൽ സ്റ്റാൾവാർട്സിനെ ക്ഷേത്രങ്ങളിലുള്ള തന്ത്രികളെ, പ്രധാന പ്രീസ്റ്റുകൾ പൂർണ്ണകുംഭം കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു അജ്ഞാന കർമ്മം നടക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ. അത് മോശമാണ്. ശങ്കരാചാര്യരാണ് വരുന്നത്, ശരി. നാരായണഗുരു ആയിക്കോട്ടെ, ശരി. ചട്ടമ്പി സ്വാമികളായിക്കോട്ടെ, ശരി. ഒരു ഇൻഡസ്ട്രിയൽ മേഖലത്തിന് പൂർണ്ണകുംഭം കൊടുക്കേണ്ട ആവശ്യമില്ല. അവരിപ്പോൾ 2, 3, 20, 30 കോടി തന്നാൽ കൂടി അതിനേക്കാൾ എത്രയോ വലുതാണ് ശങ്കരാചാര്യരുടെയും നാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും ബ്ലെസ്സിങ്. ഇതറിയാണ്ട് പോയി നമ്മൾ. അപ്പോൾ ആരാണ് ഈ കോർപ്പസ് ഫണ്ട് വാങ്ങണത്? എന്തുകൊണ്ടാണ്? കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ കൊണ്ടൊന്നുമല്ല. അപ്പോൾ ഇവിടെ പറയണു 25ാമത്തെ ശ്ലോകം: ഗിര ശ്രുതായ പുഷ്പിണ്യ മധുഗന്ധേന ഭൂരിണാം മധ്നാ ച ഉന്മഥിതാത്മാന സമുഹ്യന്തു ഹരദ്വിഷാ. ഹരൻ്റെ വിഷം. ഗുരുമുഖത്തിൽ നിന്ന് ശ്രവിക്കപ്പെട്ടതും പുഷ്പസ്ഥാനത്തിലിരിക്കുന്നതുമായ വാക്കിൻ്റെ അധികം ആകർഷിക്കുന്നതായ കടകോൽ കൊണ്ട് ഉന്മതിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായിട്ട് ശിവനെ ദ്വേഷിച്ചവർ സമ്മോഹിക്കപ്പെട്ടു, മോഹവലയത്തിൽ വീണുവരെ. അതിൻ്റെ ഭാവാർത്ഥം പറയണു: ശിവദ്വേഷികളായ ദ്വിജന്മാർക്ക്. അപ്പോൾ ദ്വിജനായിട്ട് കാര്യമില്ല. മംഗളദായകനായിരിക്കുന്ന ശിവനെ വെറുത്തു കഴിഞ്ഞാൽ മോശമായി. സാരം പ്രകാശിക്കാതിരിക്കട്ടെ. ഗുരുമുഖത്തിൽ നിന്ന് കേൾക്കുന്ന വേദവാക്യങ്ങളിൽ കാണുന്ന സ്വർഗാദിലോക പ്രാപ്തി രൂപമായിരിക്കുന്ന പുഷ്പങ്ങളിൽ ഫലബുദ്ധിയുള്ളവരായി. പുഷ്പങ്ങളിൽ എങ്ങനെ ഫലബുദ്ധി ഉണ്ടാവുക എന്നാണ് ഭവിക്കട്ടെ. പുഷ്പമല്ല, കായലല്ലേ വേണ്ടത്. പരമശ കേട്ടോ. അമൃതപാനം സിദ്ധിക്കും, അമരന്മാരായി ഭവിക്കും എന്നിങ്ങനെ പറയുന്ന വാക്യങ്ങളിൽ യാതൊരു കർമ്മങ്ങളെ ചെയ്യുവാനായി വേദം ഉപദേശിക്കുന്നുവോ ആ കർമ്മങ്ങളുടെ ഫലം സ്വർഗലോകപ്രാപ്തി തന്നെ എന്നുള്ള ബുദ്ധി ഉറച്ചു വരട്ടെ. അതിൽ മീതെ മുമുക്ഷത്വത്തിലേക്ക് പോണ ഒന്നും ഇവരുടെ കയ്യിലില്ല. യാഗാദി കർമ്മങ്ങളെ ഫലകാംക്ഷ കൂടാതെ ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്താൽ മാത്രമേ ഈശ്വരപ്രസാദവും. എന്താണ്? യാഗാദി കർമ്മങ്ങളെ ഫലകാംക്ഷ കൂടാതെ ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്താൽ മാത്രമേ ഈശ്വരപ്രസാദവും തദ്വാര തത്വബോധവും ഉണ്ടാവുകയുള്ളൂ എന്നാണ് ദേവരഹസ്യാർത്ഥം. അതിനിപ്പോൾ ആർക്കും ദേവരഹസ്യാർത്ഥം വേണ്ട.
501 രൂപ കൊടുത്താൽ സോമയാഗത്തിൻ്റെ പ്രസാദം തരാമെന്ന് പറഞ്ഞാൽ ആ പറയുന്നവരുടെ ചിന്താശക്തി ചെതലരിച്ചുണ്ടു എന്ന് വേണം പറയാൻ. പ്രൊഫഷയിലേ അപ്പോൾ ദേവരഹസ്യാർത്ഥം എന്ന് ധരിപ്പാനുള്ള യോഗ്യത ശിവദ്വേഷുകളുടെ ബുദ്ധിക്കില്ലാതിരിക്കട്ടെ. പുഷ്പസ്ഥാനീയങ്ങളായ സ്വർഗാധിഫലങ്ങളെ ഘോഷിക്കുന്നതായ മധുരവാക്യത്താൽ അവരുടെ ബുദ്ധിക്ക് ക്ഷോഭം ജനിക്കട്ടെ. മദ്യപാനം ചെയ്തവൻ ലഹരി നിമിത്തം ശരിയായ കാര്യം ധരിപ്പാൻ അശക്തനായി വരുന്നത് പോലെ. ഇതാണ് ഒരു 10-60 കൊല്ലമായിട്ട് കേരളത്തിൽ സംഭവിക്കുന്നത്. എന്ത്, എല്ലാവരും മധു പാനം ചെയ്ത് 24 മണിക്കൂറും ബോധമില്ലാണ്ടിരിക്കണം. അപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇലക്ഷൻ വരുമ്പോൾ അവർക്കറിയില്ല അവരാർക്കാണ് വോട്ട് ചെയ്യണത് എന്നുള്ളത്. അങ്ങനെയാണ് മാറി മാറി വരുന്ന ആൾക്കാർ കാശ് കൊടുത്ത് അസ്ത്രം പ്രയോഗിക്കുകയാണ്. അറിയാണ്ട് അവരവർക്ക് വേണ്ടി കുത്തും. അപ്പം പറഞ്ഞു, ജനന മരണങ്ങൾക്ക് കാരണമായിരിക്കുന്ന സ്വർഗാദിഭോഗങ്ങളെ സമ്പാദിപ്പാൻ ഉപകരിക്കുന്ന മാർഗങ്ങളിൽ തന്നെ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഒരു സപ്താഹയജ്ഞവേദിയിൽ ഐശ്വര്യപൂജ നടത്തിയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഐശ്വര്യം എന്തർത്ഥത്തിലാണ് നടത്തുന്നത്? മെറ്റീരിയലിസ്റ്റിക്, സ്വർഗം കിട്ടും. കുചേലഗതിക്ക് അവിൽഗതി വെക്കണത് എന്തുകൊണ്ടാണ്? ധനം ഉണ്ടാവണമെന്നാ. അപ്പോൾ കാലാകാലമായിട്ട് സപ്താഹയജ്ഞവേദിയിൽ പാപികളെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. തരക്കടില്ല. മഹാത്മ്യം പറയുന്ന ദിവസം മുതൽക്ക് 7 ദിവസം തുടർച്ചയായിട്ട് നിഷ്കാമകർമ്മം 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 എന്ന് പറയുകയാണെങ്കിൽ ആൾക്കാർ രക്ഷപ്പെടും. ഞാനെന്താ വിരലിൽ എണ്ണി 7 പ്രാവശ്യം 7 ദിവസത്തിന്. എന്നാൽ ചിലർ പറയും 7 ദിവസം പോരല്ല, 8 ദിവസം വേണ്ടേ. അത് സാരമില്ല, 7 മതി. 26 സർവപക്ഷാദ്വിജാവിർത്തേ ധൃതവിദ്യാതപോ വ്രതാവിത്തദേഹേന്ദ്രിയാരാമായാജകാ വിചരൻ വിഹാം. ദ്വിജന്മാർ എല്ലാം ഭക്ഷിക്കുന്നവരും ഉപജീവനത്തിനായി കൊണ്ട് വിദ്യ, തപസ്, വ്രതം എന്നിവയോടുകൂടി, അതായത് ഉപജീവനത്തിന് വേണ്ടിയിട്ട് വിദ്യകളെ വ്യവഹരിക്കരുത്. ഇതാണ് താല്പര്യം. ഏതാ പേജ് നമ്പർ 42? പേജ് നമ്പർ 42. ഉപജീവനം. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കി വെച്ചാൽ ജീവിതം രക്ഷപ്പെടും. കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാൽ വ്യവഹരിക്കരുത്, ഭാഗവതനെ വ്യവഹരിക്കരുത്. അപ്പോൾ ധൃത വിദ്യാതപോവ്രത, വിദ്യാതപസ്, വ്രതം എന്നിവയോട് കൂടിയവരും വിത്തത്തിലും ദേഹത്തിലും ഇന്ദ്രിയങ്ങളും രമിക്കുന്നവരും യാചകന്മാരുമായിട്ട് ലോകത്തിൽ സഞ്ചരിക്കട്ടെ. ആരും കുറ്റം പറഞ്ഞ കാര്യമില്ല. ബ്രാഹ്മണർക്ക് കിട്ടിയിട്ടുള്ള ശാപാണ്. ഇനി അതിൻ്റെ എന്താ പറയുക, ഭാവാർത്ഥം വരണോ? ശിവനിന്ദയെ അനുമോദിച്ച ദ്വിജന്മാർ ഉപജീവനത്തിന് വേണ്ടി വിദ്യാതപസ്, വ്രതം എന്നിവയെ ആചരിക്കുന്നവരും അവർജ്യ വിചാരം കൂടാതെ ഏതിനെ വർജിക്കണം ഏതിനെ വർജിക്കരുത് എന്നുള്ള വിചാരം ഇല്ലാതെ എല്ലാം ഭക്ഷിക്കുന്നവർ കിട്ടിയതൊക്കെ ഭക്ഷിക്കും. മിതഭക്ഷണം എന്നുള്ളത് അവർക്കില്ല. ധനം സമ്പാദിപ്പാനും ദേഹത്തെ പോഷിപ്പിക്കുവാനും ഇന്ദ്രിയങ്ങളെ ലാളിപ്പാനുമായിട്ട് യാചകന്മാരായിട്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കുമാറാകട്ടെ എന്ന് യാചിക്കുകയാണ്. എനിക്ക് സപ്താഹത്തിന് 30 കിട്ടിയാൽ പോരാ, 35 കിട്ടണം. 25 പോരാ, 30 വേണം. 20 പോരാ, 25 കിട്ടണം. ഇങ്ങനെ മത്സരം. അതാണ് എൻ്റെ കാരണവരോട് എനിക്കുള്ള ഏറ്റവും വലിയ താല്പര്യം. അദ്ദേഹം പറഞ്ഞു, മോനെ ഒരിക്കലും പ്രൊഫഷണലായിട്ട് പോകണ്ട, നമുക്ക് പട്ടിണി കിടക്കാതെ കണ്ട് ജീവിക്കാനുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പെൻഷൻ തരും. എൻ്റെ മോൻ ഒരിക്കലും സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ധനത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആചാര്യനാവരുത് എന്ന് പറഞ്ഞു.
അതാണ് എന്നെ രക്ഷിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് 3500ഓളം എന്താണ് പറയുക പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ ചെയ്യാൻ ഉള്ള ധാർമ്മിക ചിന്ത ഉണ്ടാവാൻ കാരണം. 27ാമത്തെ ശ്ലോകം. തസ്സൈവം വദത ശാപം ശ്രുത്വാദിജകുലായ വൈ ഭൃഗു പ്രത്യസൃജശ്ചാപം ശാപം സൃജത് ശാപം ബ്രഹ്മദണ്ഡം ദുരത്യയം. ബ്രാഹ്മണകുലത്തിനായിക്കൊണ്ട് ഇപ്രകാരം ശാപത്തെ വധിക്കുന്ന അവൻ്റെ വചനത്തെ കേട്ടിട്ട് ഭൃഗു അതിക്രമിക്കാൻ സാധിക്കാത്തതായ ബ്രഹ്മദണ്ഡമാകുന്ന ശാപത്തെ പ്രതിപ്രയോഗിച്ചു. എതിരായിട്ട്. ആർക്ക്? നന്ദികേശ്വരനും കൂട്ടർക്കും എതിരായിട്ട്. അതിൻ്റെ ഭാവാർത്ഥം. ഇപ്രകാരം ബ്രാഹ്മണരെ നന്ദീശ്വരൻ ശപിക്കുന്നതിനെ കേട്ടിരുന്ന ഭൃഗുവിന് സഹിക്കവയ്യാതെ ആയതിനാൽ ഉല്ലംഘിപ്പാൻ സാധിക്കാത്തതും ബ്രഹ്മദണ്ഡം എന്നു പറയപ്പെടുന്നതുമായ ശാപത്തെ ശിവപക്ഷപാതികളിലും ഏൽപ്പിച്ചു. 28ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. ഭവവ്രതരായേ ച താൻ സമനുവ്രതാഃ പാഖണ്ഡിനസ്തേ ഭവന്തു ശാസ്ത്രപരിബന്ധിന. യാതൊരുത്തൻ ശിവവ്രതം ധരിക്കുന്നവരോ യാതൊരുത്തർ അവരെ അനുസരിക്കുന്നവരോ അവർ സത്തായ ശാസ്ത്രത്തിൻ്റെ ശത്രുക്കളായിരിക്കുന്ന പാഖണ്ഡികളായിട്ട് ഭവിക്കട്ടെ എന്ന് ശപിച്ചു. അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. യാതൊരുത്തർ ശിവവ്രതം അനുഷ്ഠിക്കുന്നുവോ അവരെ ആരനുസരിക്കുന്നുവോ അവർ രണ്ടു കൂട്ടരും വേദശാസ്ത്രങ്ങളിൽ പറയുന്ന സന്മാർഗങ്ങളെ വിരോധിക്കുന്ന പാഖണ്ഡന്മാരായി ഭവിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.